തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒന്നും ഞെട്ടി. തനിക്ക് ഏറെ പരിചയമുള്ള ആളുകൾ താമസിക്കുന്ന വാർഡിൽ ആകെ ലഭിച്ചത് ഒരു വോട്ട് മാത്രം. ഈ വോട്ട് കിട്ടി കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാല് ഒരു വോട്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ ഞാൻ ആദ്യം ചിന്തിച്ചത് മനുഷ്യരുടെ ഓരോരോ രൂപങ്ങളും ആ ഭാവങ്ങളും ഓരോരുത്തരും എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യര് പറ്റുന്നുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ജയിക്കണമെന്നുള്ളൊരു കണക്കൂട്ടലിൽ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഏതൊരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ചോദിച്ചാൽ കിട്ടിയേനെ. പക്ഷെ എല്ലാ ആൾക്കാരെയും ഒരുപോലെ കൊണ്ടു നടക്കണം, അവരെ ഒരുപോലെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട സേവനങ്ങൾ ഒരുപോലെ നൽകണം എന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് ഞാൻ അവിടെ പോയി മത്സരിച്ചത്. പിന്നെ ചില ആൾക്കാരുടെ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും, അവരുടെ ഓരോ വർത്തമാനങ്ങൾ കണ്ടേ തരിച്ചിന്ന് പോയിട്ടുണ്ട്. ഒരു വ്യക്തിയെ പോകുന്ന വഴിക്ക് പുള്ളിയെ വിളിച്ച് പറഞ്ഞു, അച്ഛാ കാണാൻ പറ്റിയില്ല, വീട് എവിടാന്ന് അറിയത്തില്ല, എനിക്ക് വോട്ട് ചെയ്യണം. ഒരു ഓട്ടോ സ്റ്റാൻഡിലെ വ്യക്തിയാണ്, ഓട്ടോ ഓടിക്കുന്ന വ്യക്തി. അപ്പം പുള്ളിയുടെ പ്രകടനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു, മോനെ ഞങ്ങള് ഗവിക്ക് പോകാനിരിക്കുമായിരുന്നു അന്ന്, ഞങ്ങള് കോൺഗ്രസിന് കൊടുക്കണം, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി മടുത്തു, ഇപ്പോഴാണ് ഏതൊരു ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും. അവര് 2-3 പേര് ചേർന്ന് ഒരു മനുഷ്യനെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടായോ? ഈ ഇലക്ഷൻ വന്നപ്പോൾ 3 വോട്ട് കിട്ടിയായിരുന്നു ഞാൻ അവര് തന്നതേ വിചാരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ ഒരു അമ്മ പറയാം, മോനെ നിനക്ക് വേണ്ടി ഞാൻ വോട്ട് ഇറങ്ങുന്നുണ്ട്, ഒരു മടത്തി പോയി 25 വോട്ട്. ഞങ്ങൾ പണ്ട് മുരിപ്പിന് ഞങ്ങളുടെ ഫാദർ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. ആ കിണറ്റിൽ നിന്ന് കുറെ ആൾക്കാർ വെള്ളം വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ട്, 100 വീട്ടുകാരെടുക്കുന്നുണ്ട്. അപ്പൊ ആ കിണറ്റിൽ നിന്ന് എടുത്തപ്പോഴ് അവിടുത്തെ ഒരു അമ്മാമ്മ എന്നോട് പറയാം, മോനെ ഷമേൽച്ചാന്റെ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്ന് അന്നോട്ട് വെള്ളം കോരുന്നത്, ആ നന്ദി ഞാൻ കാണിക്കാതിരിക്കത്തില്ല. അപ്പൊ ഞാനൊരു 10-25 വോട്ട് മടത്തിൽ പോയി കരഞ്ഞു പിടിച്ച് മേടിച്ചു. ഞങ്ങളുടെ 3-4 വോട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കൂട്ടി മഠത്തിൽ 25 ഞാൻ ഒരു 5 വോട്ടേ കൂട്ടിയുള്ളൂ, ബാക്കി അമ്മാമ്മയുടെ 4 കൂട്ടി. ഞാൻ പ്രതീക്ഷിച്ച ഒരു വോട്ടൊന്നും അല്ല, ഞാൻ 300 വോട്ട് പ്രതീക്ഷിച്ച് ഇറങ്ങിയ ഒരു മത്സരമാണ്. അവിടെ ഓരോ വോട്ട് വരുമെങ്കിൽ എങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ ചലിപ്പിക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടികളിലും സംഘടിതമായി നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.